ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹിം വസ്തന്ന ബിസുന്നതിഹിം ഇലാ യൗമിദ്ദീൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയാണ്. ഏറെ ഗൗരവപ്പെട്ടതും ചിന്തനീയവുമായൊരു വിഷയമാണ് ഇന്ന് നമ്മുടേത്. കഴിഞ്ഞ മാസം ദുൽഹജ്ജ് നമ്മൾ ഏറ്റവും കൂടുതൽ നിർവഹിച്ച ദിക്ർ ഏതായിരിക്കും? അല്ലാഹു അക്ബർ എന്ന ദിക്റായിരിക്കും. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ തക്ബീർ അൽ മുത്തലഖ് എന്ന് പറയും. ഇപ്പോഴും തക്ബീർ വർദ്ധിപ്പിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അബൂ ഹുറൈറയും അബ്ദുല്ലാഹി ബിൻ ഉമറും റളിയല്ലാഹു അൻഹുമ കാന യുകബ്ബിറാനി എന്നാണ്, അവർ തക്ബീർ ചൊല്ലുമായിരുന്നു. അത് വഴിയിൽ, മാർക്കറ്റിലൊക്കെ. അപ്പോൾ അവരുടെ തക്ബീർ കേട്ടിട്ടായിരുന്നു ആളുകൾ തക്ബീർ ചൊല്ലിയിരുന്നത് എന്ന്. പിന്നെ ദുൽഹജ്ജ് 10 ആയാൽ അഅ്ളമുൽ അയ്യാം ഇൻദല്ലാഹ്. ദുൽഹജ്ജ് 10 അള്ളാഹുവിൽ ഏറ്റവും മഹനീയ ദിവസം എന്ന്. യൗമുൽ നഹർ, പിന്നെ യൗമുൽ ഖർൻ, ദുൽഹജ്ജ് 11. ദുൽഹജ്ജ് 10 പ്രത്യേകിച്ച് ഹാജിമാർ ജംറയിൽ എറിഞ്ഞാൽ പിന്നെ തൽബിയത്തില്ല, തക്ബീറ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ തക്ബീറ. അത് 10-നും 11-നും പിന്നെ അയ്യാമു തശ്രീഖിന്റെ നാളുകളിലൊക്കെ തക്ബീർ. അത് മുഖയ്യദായ തക്ബീർ, നിസ്കാരശേഷമുള്ള തക്ബീർ ഉണ്ട്, നിർബന്ധ നിസ്കാരശേഷം. അതല്ലാത്ത സമയത്തും തക്ബീർ. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് ഇവിടെ മാത്രമല്ല, ഏറ്റവും മഹനീയമായ ദിവസം, വലിയ ദിവസം, അന്ന് തക്ബീർ. അതല്ലാത്ത ദിവസങ്ങളിലും തക്ബീർ ഉണ്ട്. ഇപ്പോൾ അറഫയിൽ ഹാജിമാർ സംഗമിക്കുമ്പോൾ ഹാജിമാരെ കുറിച്ച് പറയും, മിന്നൽ മുലബ്ബി വ മിന്നൽ മുക്കബ്ബിർ. ഞങ്ങളിൽ മുലബ്ബി ഉണ്ട്, മുലബ്ബി എന്ന് പറഞ്ഞാൽ തൽബിയത്ത് നിർവഹിക്കുന്നവൻ. ഞങ്ങളിൽ മുക്കബ്ബിർ ഉണ്ട്, തക്ബീർ നിർവഹിക്കുന്നവൻ. അപ്പോൾ ഹാജിമാർ തക്ബീർ ചൊല്ലിയിട്ടാണ് അറഫയിലേക്ക് പോകുന്നത്. അതൊരു പ്രധാന വിഷയമാണ്, ഗൗരവപ്പെട്ട വിഷയം. എല്ലാ വലിയ കാര്യങ്ങൾ അത് മക്കാനാകട്ടെ, സമാനാകട്ടെ, ഹാലാകട്ടെ, റിജാലാകട്ടെ, സ്ഥലമാകട്ടെ, കാലമാകട്ടെ, അവസ്ഥയാകട്ടെ, വ്യക്തിയാകട്ടെ, ഏത് ഒരു വലിയതിൻ്റെ അടുക്കലും ഒരു അല്ലാഹു അക്ബർ, അത് നമ്മുടെ ദീനിൽ ശറഅക്കപ്പെട്ടു. വിഷയം മനസ്സിലായോ? അന്ന തക്ബീറ മശ്റൂഉൻ ഇൻദ കുല്ലി അംരിൻ കബീർ. ഏതൊരു വലിയ കാര്യത്തിൻ്റെ അടുക്കലും തക്ബീർ ശറഅക്കപ്പെട്ടു എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെതാണ് ഈ വാക്ക്. ഞാൻ ഷെയ്ഖുൽ ഇസ്ലാമിലേക്ക് വരാം. ഏതൊരു വലിയ കാര്യത്തിങ്കലും തക്ബീർ ശറഅക്കപ്പെട്ടു. ആ വലിയ കാര്യം മക്കാൻ, സ്ഥലമാകട്ടെ, സമാൻ, കാലമാകട്ടെ, ഹാൽ, അവസ്ഥയാകട്ടെ, റിജാൽ, വ്യക്തിയാകട്ടെ. ദുനിയാവിൽ നമ്മുടെ പരിഗണനയിൽ അതൊരു വലിയതാണോ, അവിടെയൊക്കെ ഒരു തക്ബീർ, അല്ലാഹു അക്ബർ. അതെന്തിന്? അതാണ് പ്രധാന വിഷയം. എന്തിനാണ് അവിടെ ഒരു അല്ലാഹു അക്ബർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു വ്യക്തി വന്നു. യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു സഫർ. തിരുദൂതരെ, ഞാൻ യാത്ര ഉദ്ദേശിക്കുന്നു. ഫഔസിനി, അതുകൊണ്ട് എനിക്കൊരു വസിയ്യത്ത് തരും. റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് എന്താ? ഊസിക ബി തഖ്വല്ലാഹ് വത്തക്ബീറ ഇൻദ കുല്ലി ശറഫ് എന്നാണ്. വത്തക്ബീറ ഇൻദ കുല്ലി ശറഫ്. തഖ്വയുണ്ടാകണം എന്ന് ഞാൻ നിനക്ക് വസിയ്യത്ത് തരുന്നു. വത്തക്ബീർ,
തക്ബീർ ചൊല്ലണം. എവിടെ? ഇൻദ കുല്ലി ഷറഫിൻ, എല്ലാ ഉയർന്ന സ്ഥലത്തും, എല്ലാ ഉയർന്ന സ്ഥലത്ത് എത്തുമ്പോഴും തക്ബീർ ചൊല്ലണം എന്ന് ഞാൻ നിന്നോട് വസീയത്ത് ചെയ്യുന്നു. അബൂ ഹുറൈറയിൽ നിന്ന് ധരിക്കുന്ന സഹിഹായ ഹദീസാണ്. റസൂലുള്ളാഹി അയാൾക്ക് വസീയത്ത് നൽകി. എന്താ? ഉയരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ റസൂലുള്ളാഹിന്റെ വസീയത്താണ്. അതുകൊണ്ടാണ് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതിനാൽ കുന്ന ഇദാ സഅദ്ന കബ്ബർന വഇദാ നസൽന വഇദാ ഹബത്ന സബ്ബഹ്ന. കുന്ന ഞങ്ങളായിരുന്നു, ഇദാ സഅദ്ന ഞങ്ങൾ കയറ്റം കയറുമ്പോൾ, കബ്ബർന ഞങ്ങൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുമായിരുന്നു. കയറ്റം ഇറങ്ങുമ്പോൾ ഞങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുമായിരുന്നു. കയറ്റം കയറുമ്പോൾ എന്തുകൊണ്ട് അല്ലാഹു അക്ബർ? ഇത് ഇപ്പം നമ്മൾ ദിവസങ്ങൾ, വലിയ ദിവസങ്ങൾ, അവിടെ നമ്മൾ തക്ബീർ അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കണം. സ്ഥലം, ഉയർന്ന സ്ഥലം, അവിടെ നമ്മൾ അല്ലാഹു അക്ബർ ചൊല്ലണം. ഇതേപോലെ ഹാൽ, റിജാൽ, അവസ്ഥകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഒരു കൊലയാളി കൊണ്ടുവരപ്പെട്ടു. കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ് കൊലയാളിയെ കൊണ്ടുവരുന്നത്. എന്തിനാ കൊണ്ടുവരുന്നത്? അവർക്ക് ഖിസാസ്, ഇയാളുടെ പ്രതിക്രിയ നിർവഹിക്കപ്പെടണം. അതിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മഖ്തൂലിൻ്റെ വറസത്ത്, അനന്തരാവകാശികൾ, അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഖിസാസ് നടപ്പിലാക്കണം. ഉമറിൻ്റെ കോടതിയിലേക്ക് അയാളെ വലിച്ചു കൊണ്ടുവന്നിട്ട് പറയാം, ഉമർ റളിയല്ലാഹു തആല അൻഹു ഇനി വിധി നടപ്പിലാക്കണ്ടേ? നിൽക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ടവൻ്റെ ഭാര്യ പറഞ്ഞു, ഇന്നി ഖദ് അഫൗതു അൻ ഹഖി, എൻ്റെ അവകാശം, എൻ്റെ വിഹിതം, അതിൽ ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ, എൻ്റെ വിഹിതം ഉണ്ടല്ലോ, അതിൽ ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഉമർ അല്ലാഹു അക്ബർ അതഖൽ ഖതീൽ, ഖതീൽ മോചിതനായി എന്നാണ്. ഈ കൊല്ലപ്പെടേണ്ട വ്യക്തി ഉണ്ടല്ലോ, അയാൾ മോചിതനായിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇതൊരു വലിയ കാര്യമാണ്, വലിയൊരു കാര്യമാണ്. ആ കാര്യം സംജാതമായപ്പോൾ ഉമർ അതിനോട് പ്രതികരിച്ചത് അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ, അതഖൽ ഖതീൽ, ഖതീൽ മോചിതനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കേസല്ല വിഷയം, നമ്മുടെ വിഷയം എന്താണ്? ഇവിടെ അല്ലാഹു അക്ബറിൻ്റെ പ്രയോഗം അവസ്ഥകളിൽ, ചില അവസ്ഥകളിൽ ആ അവസ്ഥ സംജാതമാകുമ്പോൾ അതൊരു ഗൗരവപ്പെട്ട വലിയ കാര്യമാണെങ്കിൽ അവിടെ ഒരു അല്ലാഹു അക്ബർ. ഉമറിൻ്റെ തന്നെ ഖിലാഫത്തിൽ അൽ മുഗീറ ഇബ്നു ശുഅബ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹത്തെ ഒരു വ്യഭിചാരാരോപണത്തിൽ ഉമറിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ട് മുഗീറ ഇബ്നു ശുഅബയെ കുറിച്ചിട്ട് വ്യഭിചാരാരോപണം ഉന്നയിച്ചു. മുഗീറ അമീറാണ്. മുഗീറിൻ്റെ ബാക്കിൽ ആളുകൾ നിസ്കരിക്കില്ല. കാരണം എന്താ? ഈ വ്യഭിചാരാരോപണം പരന്നപ്പോൾ ആളുകൾക്ക് പിന്നിൽ നിസ്കരിക്കാൻ കഴിയും, വിസമ്മതം. അവസാനം ഉമറിൻ്റെ അടുക്കലേക്ക് കേസെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുഗീറയോട് വരാൻ പറഞ്ഞു, ഈ ആരോപണം ഉന്നയിച്ചവരോട് വരാൻ പറഞ്ഞു. മുഗീറക്ക് ഉമർ എഴുതിയപ്പോൾ പറയുന്നുണ്ട്, മുഗീറ, ഈ ദിവസത്തിന് മുമ്പ് നിങ്ങൾ മരണപ്പെട്ടിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലതെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? മുഗീറ എങ്ങനെയായിരിക്കും ഉമറിൻ്റെ അടുക്കലേക്ക് വരിക? ഏതായാലും മുഗീറ വന്നു, ഒന്നല്ലേ പറ്റൂ, ഉമറാണ്. പിന്നെ ആരോപണം ഉന്നയിച്ചവരോടും വരാൻ പറഞ്ഞു. അങ്ങനെ അബൂബക്കറ, ഷിബിൽ ഇബ്നു മഅബദ്, അബു അബ്ദില്ല, നാഫിയ, പിന്നെ ഒരു സിയാദ്, 4 പേരാണ്. 4 പേര് വ്യഭിചാരാരോപണമാണ്. 4 പേര് എന്ത് ചെയ്യണം? സാക്ഷി പറയണ്ടേ? അത് കണ്ട രീതിയിൽ ഒരാളും മൊഴി മാറാതെ പറയണം. അങ്ങനെ ഉമറിൻ്റെ മുമ്പിൽ വിസ്തരിക്കുകയാണ്. മുഗീറ അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങൾ എണ്ണുന്നത് പോലെയാണ്. മുഗീറ ഉമറൊക്കെ ഒരു സഹാബികളല്ലേ. അങ്ങനെ അബൂബക്കർ സാക്ഷ്യം പറഞ്ഞു, ഷിബിൽ ഇബ്നു മഅബദ് പറഞ്ഞു, അബു അബ്ദില്ല സാലിഹ് പറഞ്ഞു. പിന്നെ അവസാനം സിയാദ് പറയാണ്, സാക്ഷിക്ക് വരികയാണ്. അപ്പോൾ ഉമർ പറയുന്നുണ്ട്, സൂക്ഷ്മമായിട്ട് ഇത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഉമർ ചോദിക്കുകയാണ്. അതന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ സിയാദ് പറയുന്നത്, റഅയ്തു മജ്ലിസൻ സയ്യിഅൻ, ഞാനൊരു മോശമായ ഒരു ഇരുത്താണ് കണ്ടത്, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഉമർ ചോദിക്കേണ്ടത്, നിങ്ങളിത് നേരിട്ട് കണ്ടില്ല? അപ്പോൾ അത് പറഞ്ഞ് നേരിട്ട് കണ്ടില്ല, ഞാനൊരു മോശമായ രീതിയിൽ ഒരു അവസ്ഥയാണ് കണ്ടത്, ഒരു ഇരുത്താണ് കണ്ടത് എന്ന് പറയുന്നത്. ഈ 3-ാമത്തെ ആൾ
സിയാദ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി ലദീ ലം യുശമ്മിതി ശൈത്താന ബി ഉമ്മത്തി മുഹമ്മദ് എന്ന് പറഞ്ഞതാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ ശൈത്താന് സന്തോഷിക്കാൻ ഒരു അവസരം നൽകാത്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അതിനു മുമ്പ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഈ സിയാദ് കൂടി ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ, അവർ പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ മുഗീറ കൊല്ലപ്പെടുമായിരുന്നു. മുഗീറ വിവാഹിതനാണ്, വിവാഹിതന് വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെടും. പക്ഷേ ഈ കേസിൽ എന്തോ ഒരു പന്തികേട്. അതുകൊണ്ട് തന്നെ സിയാദിനെ സാക്ഷ്യത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ശരിയായില്ല. അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കാൻ പറഞ്ഞു. ആരോപണം ഉന്നയിച്ചവരെ അപവാദ പ്രചരണത്തിൻ്റെ 80 അടി അടിക്കാൻ പറഞ്ഞു. മുഗീറയെ വെറുതെ വിട്ടു. അവിടെ ഉമർ അതിനോട് പ്രതികരിച്ചത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഇതെന്താ? ഇല്ല, ഇതുപോലെ വലിയ ഒരു വിഷയം സംജാതമാകുമ്പോൾ, ഒരു അവസ്ഥ വരുമ്പോൾ അതിനോട് അല്ലാഹു അക്ബർ പ്രതികരിക്കാൻ പറഞ്ഞു. ഖൈബർ യുദ്ധനാളിൽ റസൂലുള്ള ഖൈബറിലേക്ക് പോകുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ ഖരിബത്ത് ഖൈബർ എന്ന് പറയുന്നുണ്ട്. അതാണ് സ്ഥലം. ഒരു വലിയ സ്ഥലം കാണുമ്പോൾ അതിനോട് പ്രതികരിക്കുമ്പോൾ അല്ലാഹു അക്ബർ പറയാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പോയി. മദീനയിൽ നിന്ന് ഖൈബറിലേക്ക് പോയി. ഖൈബർ കോട്ടകൾ, ഖൈബർ തോട്ടങ്ങൾ, ഖൈബർ ഫലഭൂയിഷ്ടം, ഈറനണിഞ്ഞ് സസ്യലതാദികൾ വിളഞ്ഞ് ഖൈബർ ഗംഭീരാണ്. അപ്പോൾ ഖൈബറിലേക്ക് അടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ ഖരിബത്ത് ഖൈബർ എന്ന് പറയുന്നു. അവിടെ അല്ലാഹു അക്ബർ ഉണ്ടാവും. ഒരു നല്ല വലിയൊരു സ്ഥലം കാണുമ്പോൾ അല്ലാഹു അക്ബർ റസൂലുള്ളാഹിൻ്റെ ഹദിയാണ്. അത് നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോൾ ജൂതരാണല്ലോ അവിടെ ഉള്ളത്. റസൂലുള്ള മദീനത്ത് നിന്ന് നാട് കടത്തിയ ജൂതരാണ്. അപ്പം മുഹമ്മദും വൽ ഖമീസ് എന്നിട്ട് ജൂതർ പരക്കം പയ്യാണ്. അവരുടെ മൺവെട്ടിയും അതേപോലെ തന്നെ അവരുടെ കാർഷിക ഉപകരണങ്ങളൊക്കെ എടുത്തിട്ട് അവർ പോവുകയാണ്. തോട്ടത്തേക്ക് പോകുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പിന്നെ സഹാബത്തിൻ്റെയും വരവ്. ആ മുഹമ്മദും വൽ ഖമീസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഖമീസ് നമ്മളെന്താ പറയുന്നത്? ഖമീസ് വ്യാഴാഴ്ചയുണ്ട്. മുഹമ്മദ് വൽ ഖമീസ് എന്ന് പറയുന്നത് മുഹമ്മദും സൈന്യങ്ങളും എന്ന അർത്ഥത്തിലാണ്. സൈന്യത്തിനാണ് ഖമീസ് എന്ന് പറയുക. എന്താ വെച്ചാൽ ഈ സൈന്യത്തെ 5 ആക്കിയിട്ട്, സാധാരണ യുദ്ധത്തിൽ സൈന്യത്തെ 5 ആക്കിയിട്ട് ഭാഗിക്കും. പിന്നെ ഒരു വിഭാഗം മുൻനിരയിൽ, വേറൊരു വിഭാഗം കാലാൾപ്പട, പിന്നെ ഒരു വിഭാഗം വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത്, അവർക്കൊക്കെ ഓരോ പതാക ഉണ്ടാവും. പിന്നെ ഒരാൾ ഹൃദയഭാഗത്ത്. ഇങ്ങനെ 5 ആക്കിയിട്ട് എന്ത് ചെയ്യും? സൈന്യത്തെ ഭാഗിക്കും. അതുകൊണ്ടാണ് ഖമീസ് എന്ന്, ഹംസയിൽ നിന്നാണ് ഖമീസ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും ജൂതർ മുഹമ്മദ് വൽ ഖമീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പാഞ്ഞു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ ഖരിബത്ത് ഖൈബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ ഇത് നടന്നു, ഖൈബറിൽ യുദ്ധം നടന്നു. അതാണ് നമ്മുടെ വിഷയം. ഞാൻ പറയാൻ വന്ന വിഷയം അതാണ്. യുദ്ധം നടന്നപ്പോൾ സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, പൊരിഞ്ഞ പോരാട്ടം ജൂതരോട് നടന്നു. അപ്പോൾ ആ പോരാട്ടത്തിൽ ഒരു വ്യക്തി റജുലുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ ഒരു വ്യക്തി ലാ യദഉ ലാ ഷാദതൻ വലാ ഫാദതൻ ഇല്ലാ ഖതലഹു എന്നാണ്. ഒരാളും വിടുന്നില്ല അയാളെ കൈകാര്യം ചെയ്യാതെ. അങ്ങനെ സഹാബികളിലുള്ള ഒരു വ്യക്തി ശത്രുക്കളോട് പോരാടാൻ. അത് റസൂലുള്ളാഹിന്റെ അടുക്കൽ പ്രത്യേകം പ്രസ്താവിക്കപ്പെട്ടു. എല്ലാവരും പോരടിച്ചു, മുശ്രിക്കുകളോട് പോരടിച്ചു. പക്ഷേ ഒരാൾ ധീരം പോരടിച്ചു എന്ന് പറയും. അപ്പോൾ റസൂലുള്ള പറയാണ് ഇന്നഹു മിൻ അഹ്ലിന്നാർ, അയാൾ നരകത്തിൻ്റെ ആളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹുമ്മ അജിർനാ മിൻ. എല്ലാവരും ധീരർ എന്ന് വിശേഷിപ്പിച്ച ആൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിൻ്റെ ആൾ എന്ന് പറയുമ്പോൾ സഹാബികളിൽ ചിലരെന്ത് ചെയ്തു? അയാളെ നിരീക്ഷിക്കാൻ വേണ്ടി പോയിട്ട് അയാൾ ധീരം പോരടിച്ച് വീണു. ശത്രുക്കളാൽ അയാൾക്ക് പരിക്കേറ്റ് വീണു. അപ്പോൾ ആ നിരീക്ഷിക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നഹു ഉസ്തുശ്ഹിദ്, തിരുദൂതരെ അയാൾ ഷഹീദായി എന്ന് പറയണം, വീണത് കണ്ടിട്ട് വന്നിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇലന്നാർ, നരകത്തിലേക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്ത്? ഈ ആളുകൾ പോയി നോക്കണം അയാളെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പം അയാൾ ശരിക്കും ശത്രുവിൻ്റെ പ്രത്യാക്രമണത്തിൽ മുറിവേറ്റ് വീണു.
മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ മരിച്ചു എന്നാണ് വിചാരിച്ചത്. അയാൾ മരിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇവർ പോയി നോക്കുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്, അയാൾക്കേറ്റ മുറിവിൽ അക്ഷമനായി അസഹിഷ്ണുതയുള്ളവനായിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാളുടെ വാള് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിന്മേൽ കമഴ്ന്ന് കിടന്ന് ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് അയാൾ മരിക്കുന്നത്. അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആളുകൾ ഓടി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലേ, അയാൾ മരിച്ചിട്ടില്ല, അയാൾ നഹറ നഫ്സഹു, ആത്മഹത്യ ചെയ്തു. അത് എങ്ങനെയെന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹു അക്ബർ അഷ്ഹദു അന്നി റസൂലുള്ളാഹി വഅബ്ദുഹു. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ. അഷ്ഹദു അന്നി റസൂലുള്ളാഹി വഅബ്ദുഹു, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണെന്നും അള്ളാഹിൻ്റെ ദാസനാണെന്നും സാക്ഷ്യം വഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇതൊരു വലിയ കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലക്കൂട്ടി പറഞ്ഞ ഒരു പ്രവചനം, അത് പുലർന്ന ആ വിഷയം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അതിനോട് പ്രതികരിച്ചത് അല്ലാഹു അക്ബർ എന്നാണ്. എന്താണ് ഇവിടെ ഒരു അല്ലാഹു അക്ബർ? അതാണ് നമ്മൾ ഇവിടെ ഇന്ന് ആലോചിക്കുന്ന വിഷയം. ഇതുപോലെ കുറേ സംഭവങ്ങൾ. ഒരിക്കൽ ഹജ്ജ് വേളയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ശിഷ്യൻ അബൂ ജംറ നസർ ഇബ്നു ഇമ്രാൻ അദ്ദുബഇ എന്ന് പറയും. അബൂ ജംറ നസർ ഇബ്നു ഇമ്രാൻ അദ്ദുബഇ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചു. തമത്തു ആയിട്ടുള്ള ഹജ്ജ്. എന്താ ഈ തമത്തു ആയ ഹജ്ജ്? ആദ്യം ഉംറ ചെയ്തിട്ട് പിന്നെ ഹജ്ജ് ചെയ്യുക. ഹജ്ജ് മാസങ്ങളിൽ ഉംറ ചെയ്യുക, വിരമിക്കുക, എന്നിട്ട് ഹജ്ജും ചെയ്യുക. അതാണ് തമത്തു ആയ ഹജ്ജ്. ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് അതാണ്. അദ്ദേഹം തമത്തു ആയ ഹജ്ജിന് ഉദ്ദേശിച്ചു. അപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ എതിർത്ത് തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ അബൂ ജംറ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ്, പിന്നെ ഇബ്നു അബ്ബാസ്, ഞാൻ തമത്തു ആയ ഹജ്ജ് ഉദ്ദേശിക്കുന്നു, ചിലരതിനെ എതിർക്കുന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അതാണ്, തമത്തു ആയ ഹജ്ജാണ് ശ്രേഷ്ഠം എന്നുള്ളതാണ്. അങ്ങനെ ഈ അബൂ ജംറ തമത്തു ആയ ഹജ്ജ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, അദ്ദേഹം പോവാണ്. അങ്ങനെ അദ്ദേഹം കഅബത്തിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഉറങ്ങിയപ്പോൾ അദ്ദേഹം സ്വപ്നം കാണാണ്. ഈ അബൂ ജംറ ഒരു സ്വപ്നം കാണാൻ. ആ സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഹജ്ജും മബ്രൂർ വ ഉംറത്തുൻ മുതഖബ്ബല, ഹജ്ജും മബ്രൂർ വ ഉംറത്തുൻ മുതഖബ്ബല. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ആശംസിക്കുകയാണ്, ഹജ്ജ് മബ്രൂറാണ് നിങ്ങളുടേത്, ഉംറ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്യല്ലേ, തമത്വായ ഹജ്ജ് നിങ്ങളുടേത് സ്വീകാര്യം എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുക. ഈ സ്വപ്നം കണ്ട ഉടനെ അബൂ ജംറ നസർ ബിൻ ഇമ്രാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഞാൻ നിങ്ങളടുത്ത് പോയി, പിന്നെ ഞാനൊരു സ്വപ്നം കണ്ട. ആ സ്വപ്നത്തിൽ ഒരാൾ എന്നെ ആശംസിച്ച് പറയാണ്, ഹജ്ജും മബ്രൂർ വ ഉംറത്തും മുതഖബ്ബല, ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ ഇബ്നു അബ്ബാസ് അല്ലാഹു അക്ബർ ഇന്നഹ സുന്നത്തു അബിൽ ഖാസിം ഇന്നഹ സുന്നത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് തമത്വായ ഹജ്ജ് ചെയ്യാനാണ്. ഇബ്നു അബ്ബാസിൻ്റെ അഭിപ്രായം തമത്വായ ഹജ്ജാണ് ശ്രേഷ്ഠം എന്നുള്ളത്. അത് ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ടപ്പോൾ അതിനോട് പ്രതികരിച്ചത് അല്ലാഹു അക്ബർ എന്ന് ഇബ്നു അബ്ബാസ്. എന്നിട്ട് പറയാണ്, ഇന്നഹ സുന്നത്തു അബിൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് തമത്വായിട്ട് ഹജ്ജ് ചെയ്യാന്നുള്ളത്. ഇന്നഹ സുന്നത്തു നബിയിക്കും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനോട് പ്രതികരിച്ചതാണ്. തമത്വായ ഹജ്ജ്, ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് തമത്വാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 സഹാബികളെ കൊണ്ട് ചെയ്യിച്ചത് തമത്വായ ഹജ്ജാണ്. ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നവർ തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. ഹജ്ജിൻ്റെ ഇഹ്റാമിലാണ് അവർ വന്നത്. തവാഫും സഅയും ചെയ്തപ്പോൾ റസൂൽ എല്ലാവരോടും മുടിയെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉംറയാക്കാൻ പറഞ്ഞു. ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ പറഞ്ഞു. എന്നിട്ട് ദുൽഹജ്ജ് 8-ന് പിന്നെ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എല്ലാവരോടും. ഏറെക്കുറെ സഹാബികളൊക്കെ ചെയ്തത്, റസൂൽ ചെയ്യിപ്പിച്ചതും ഈ തമത്വായ ഹജ്ജാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഹാദാ ലി ആമിന ഹാദാ ബൽ ലിൽ അബദ്, ഇത് ഈ വർഷത്തേക്ക് മാത്രമാണതല്ലേ, എന്നേക്കുമാണോ ചോദിക്കുമ്പോൾ ലിൽ അബദ് അബദിൽ അബദ്, എന്നേക്കും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് ഹദീസിൽ കാണാം. സുറാഖ ഇബ്നു മാലിക് റസൂലുള്ളാഹിനോട് ആ വിഷയത്തിൽ ചോദിച്ച വിഷയം, തമത്വായിട്ടുള്ള ഹജ്ജ് ഏറ്റവും ശ്രേഷ്ഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചത് തമത്വായ ഹജ്ജാണ്.
നബ്സലാസ്ലമാ തങ്ങൾക്ക് അതിലൊരു അപ്രായോഗികത ഉണ്ടായി, ഒരു വിഷയം ഉണ്ടായി. അതെന്താ? നബ്സലാസ്ലമാ തങ്ങൾ ബലിമൃഗത്തെ കൂടെ കൊണ്ടുവന്നു, മദീനയിൽ നിന്ന് ബലിമൃഗത്തെ കൊണ്ടുവന്നു. ബലിമൃഗം കൂടെ കൊണ്ടുവന്നവരെ സംബന്ധിച്ചിടത്തോളം ബലിമൃഗണ്ട് കൂടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹു. ബലിമൃഗം അതിൻ്റെ സ്ഥാനത്തെത്തുന്നത് വരെ, ദുൽഹജ്ജ് 10 വരെ മുടിയിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹാജി എന്ത് ചെയ്യണം? ഇഹ്റാമിൽ തുടരണം. അതുകൊണ്ട് റസൂലുള്ള ഹജ്ജ് തമത്തു ആക്കിയില്ല, ഹജ്ജ് ഖിറാനാക്കി. റസൂലുള്ള പറഞ്ഞു, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർത് ലമാ സുഖ്തുൽ ഹദി. എനിക്ക് പിന്നീടുണ്ടായ അവസ്ഥ കാലേ കൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗൻ്റെ കൂടെ കൊണ്ടുവരുമായിരുന്നില്ല. അത് കൊണ്ടുവന്നു പോയി. അതുകൊണ്ട് റസൂലുള്ള ഉംറയും ഹജ്ജും ഒന്നിച്ച് ഖിറാനാക്കി ചെയ്തു. കൂടെയുള്ളവരോടൊക്കെ എന്താക്കി? തമത്തു ആക്കിച്ചു. ഒക്കെ അല്ല, ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്തവരുണ്ട്. അത് ഇസ്ലാമിലുള്ള തന്നെയാണ്. ഞാനത് പറഞ്ഞതെന്താ വെച്ചാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഹാജിമാരെ കൊണ്ടുവന്നിട്ട് ഹജ്ജ് മാത്രം ചെയ്യിപ്പിക്കും. അറിവില്ലാത്ത ഹജ്ജ്, അതിൻ്റെ പരസ്യം അറിവില്ലാത്ത ഹജ്ജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തി ഉംറ ചെയ്ത ഹാജിമാരെ മൂല്യക്കന്മാരെന്ത് ചെയ്യും? തായിഫ് കൊണ്ടുപോകും. 4-ന് 5-ന് 6-നൊക്കെ തായിഫിൽ കൊണ്ടുപോവുകയാണ്. ഹാജിമാരെ ബസ് കയറ്റിയിട്ട് ഒരു ഹാജിയിൽ നിന്ന് 100 രൂപയും വാങ്ങും. ചുരുങ്ങിയത് 100 രൂപ രാജിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ബസ്സിൽ കയറ്റി തായിഫ് കൊണ്ടുപോയിട്ട് തായിഫിൽ നിന്ന് എന്ത് ചെയ്യും? ഹജ്ജിൻ്റെ ഇഹ്റാമിൽ വരും. എന്നിട്ട് ഹജ്ജ് മാത്രം, അറിവില്ലാത്ത ഹജ്ജ്. എന്തൊരു കൊടിയ ക്രൂരതയാണ്. കേരളത്തിലെ ഹജിമാരെ മാത്രമാണ് ഈ പറ്റിക്കൽ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിമാരെ കൊണ്ടൊക്കെ ചെയ്യിച്ചതാണ്. അതും 1-2 ഹാജിമാരെ കൊണ്ടല്ല. പിന്നെയോ കൂടെ വന്ന ഹാജിമാരിൽ മഹാഭൂരിപക്ഷം ചെയ്തത് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും അതാണ്. ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്. ഉംറ നിർവഹിച്ചിട്ട് പിന്നെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഫമസ്തൈസറ മിനൽ ഹദി. ആട് മാട് ഒട്ടകങ്ങളിൽ എളുപ്പമുള്ളത് കൊടുക്കണം എന്നാണ്, ബലിയേർക്കണം എന്നാണ് പറഞ്ഞത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹജ്ജാണ്. എന്നിട്ട് അറിവില്ലാത്ത ഹജ്ജിന് പരസ്യം, അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാശി പറയുമ്പോൾ ഈ ഹാജിമാർ പലരും പൈസ കൊടുത്തവരാണ്. നാട്ടിൽ അറിവിൻ്റെ പൈസ കൊടുത്ത ഹാജിമാരാണ്. എന്നിട്ടും അവരെ കൊണ്ട് എന്ത് ഈ ഹജ്ജ് മാത്രം ചെയ്യിപ്പിക്കും. പറയുമ്പോൾ അവർ ഉംറ ചെയ്തിട്ട് പിന്നെ ഹജ്ജ് ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ അവരുടേത് ഹജ്ജ് എന്താണ്? തമത്വമായ ഹജ്ജാണ്. ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ചില ഉത്തരവാദിത്തപ്പെട്ടവരും ചില ഉസ്താദന്മാരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ഹജ്ജു അൽ അജ്ജു വസ്സജ്. ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കനെ തെൽബിയത്ത് ചെല്ലലും, വസ്സജ് അറിവ് കൊടുക്കലുമാണ്, അറക്കലുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകങ്ങളെ അറുത്തില്ലേ? 63 ഒട്ടകങ്ങളെ സ്വന്തം കൈ കൊണ്ട്. എന്നിട്ട് ഇത്തരം മഹിത മാതൃകളുള്ള ഒരു വിഷയത്തിൽ ഈ മുസ്ലിയാക്കന്മാർ എന്തൊരു പിന്തിരിപ്പന്മാർ. ഇസ്ലാമിൽ അറിവില്ലാത്ത ഹജ്ജുണ്ട്, ഹജ്ജ് ഇഫ്രാദ് ഉണ്ട്. സഹാബികൾ അങ്ങനെ ഇഫ്രാദായ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അബൂബക്കർ, ഉമർ എന്നിവർക്ക് വരെ ഇഫ്രാദായ ഹജ്ജാണ് ശ്രേഷ്ഠം എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അവരൊന്നും അത് വിചാരിച്ചിട്ട് ഹജ്ജിന് അറിവ് കൊടുക്കാത്ത, അറിവില്ലാത്ത ഹജ്ജ് എന്ന നിലക്കല്ല, അറിവും കൊടുക്കാറുണ്ട്. ഹജ്ജ് മാത്രം ചെയ്തിട്ട് അറിവും കൊടുക്കുന്ന വിഷയമുണ്ട്. ഇത് പക്ഷേ ഇത് ഹാജിമാർ തമത്വമായിട്ടുള്ള ഹജ്ജാണ് അവരുടേത്. ഹജ്ജിന് പൈസ കൊടുത്ത്, അറിവിന് പൈസ കൊടുത്തവരുമാണ് ഹാജിമാർ, സിംഹരും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഹജ്ജിൻ്റെ അവിടെ പോയപ്പോൾ കാണുന്ന ചില വേദനിക്കുന്ന കാഴ്ചകളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഹാജിമാരുടെ തൊഴിലേക്ക് പോകുമ്പോൾ അവിടെ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇതിപ്പോൾ എന്താ വിഷയം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ അദ്ദേഹം കണ്ട സ്വപ്നം, ഇബ്നു അബ്ബാസിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ അഭിപ്രായത്തിന് ഒത്തു വന്നില്ലേ? അപ്പോൾ അല്ലാഹു അക്ബർ ഇന്നഹ സുന്നത്തു അബിൽ ഖാസിം, അല്ലാഹു അക്ബർ ഇന്നഹ സുന്നത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പ്രതികരിച്ചു എന്നാണ്. അപ്പോൾ ഈ ഒരു വലിയ കാര്യം അത് സംഭവിക്കുമ്പോൾ അത് തക്ബീർ ചൊല്ലിയിട്ട് അതിനുള്ള പ്രതികരണം. ഇതേപോലെ പല വിഷയം. മാസം കണ്ടാൽ പൂത്തിനറക്കുക എന്നുള്ള മാസം കണ്ടാൽ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബുന വ റബ്ബുകല്ല, അല്ലെങ്കിൽ വത്തൗഫീഖ ലിമാ തുഹിബ്ബു വതർദ റബ്ബുന വ റബ്ബുകല്ല. മാസം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലാണ്ട ദിക്റല്ലേ? അപ്പോൾ മാസപ്പിറവി ദർശിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ ആദ്യം പറയും, അല്ലാഹു അക്ബർ. പിന്നെ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ദുആ ചൊല്ലുമായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പല ചരിത്രങ്ങൾ, പല വിഷയങ്ങൾ. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു റോമാക്കാരുമായിട്ടൊരു യുദ്ധമില്ല കരാറിലായിരുന്നു, ഉടമ്പടി. ഒരു നിർണിത കാലത്തേക്ക്
അന്യോന്യം യുദ്ധമല്ല എന്നുള്ള കരാറിലായിരുന്നു മുആവിയ റളിയല്ലാഹു തആല. ആ കരാർ നിലനിൽക്കെ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ തയ്യാറാക്കിയിട്ട് സൈന്യത്തെ നയിക്കുകയാണ്. മുആവിയ സൈന്യത്തെ നയിക്കുകയാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഈ സൈന്യത്തെ നയിക്കുന്നത് ഈ റോമക്കാരുടെ നേരെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു വയസ്സായ വ്യക്തി അല്ലാഹു അക്ബർ വഫാഉൻ ലാ ഗദർ, വഫാഉൻ ലാ ഗദർ എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ, വഫാഉൻ കരാർ ചെയ്താൽ അത് പാലിക്കുകയാണ് വേണ്ടത്, ലാ ഗദർ ചതി പാടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം മുആവിയ റളിയല്ലാഹു തആല ആരായി പറയുന്നത്? ആ വയസ്സായ ആളെ നോക്കിയപ്പോൾ അത് അംർ ബിൻ അബസയായിരുന്നു. അംർ ബിനു അബസ റളിയല്ലാഹു തആല ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച് ഞാൻ ഇസ്ലാമിൽ 3-ാമനാണെന്നോ 5-ാമനാണെന്നൊക്കെ പറഞ്ഞ അംർ ബിൻ അബസ സഹാബിയാണ് അദ്ദേഹം. അപ്പോഴത്തേക്ക് വയസ്സായിക്കണം, മുആവിയയുടെ കാലത്തേക്ക് വയസ്സായി. ഇതൊരു ഗൗരവപ്പെട്ട വിഷയമല്ലേ? ഒരു വിഭാഗത്തോട് ഇന്നത്ര നാൾ വരേക്കും കരാർ ചെയ്തിട്ട് പിന്നെ അതിനിടയിൽ ഒരു സൈന്യത്തെ നയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ് മുആവിയയോട് വഫാഉൻ ലാ ഗദർ, കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം, ചതി പാടുള്ളതല്ല എന്ന് അംർ ബിൻ അബസ പറഞ്ഞു. മുആവിയ റളിയല്ലാഹു ഉടനെ പിൻവാങ്ങി. മുആവിയ റളിയല്ലാഹു പിൻവാങ്ങി. പക്ഷേ അവിടെ അംർ ബിൻ അബസയുടെ ആ പ്രതികരണം അല്ലാഹു അക്ബർ വഫാഉൻ ലാ ഗദർ. ഇതേപോലെ പല ചരിത്രങ്ങൾ, പല ഉദാഹരണങ്ങൾ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു യൗമുദ്ദാർ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ആ ദിവസം, ആ സംഭവം, അതാണ് യൗമുദ്ദാർ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഭീകരവാദികൾ പലയിടത്തുനിന്ന്, യമനിൽ നിന്ന്, മിസ്റിൽ നിന്ന്, ഇറാഖിൽ നിന്നൊക്കെ വന്ന് മദീനയിൽ തമ്പടിച്ച് അവരെ ആർക്കും കൂട്ടാക്കണില്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യുന്നുണ്ട്? പ്രമുഖരായ സഹാബികളെ സാക്ഷിയാക്കിയിട്ട് ഈ തീവ്രവാദികളോട്, ഭീകരവാദികളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു റൂമ കിണർ വാങ്ങിയതിനെക്കുറിച്ച്, റസൂലുള്ളാഹി അത് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന് പൈസ ചെലവഴിച്ചത് വാങ്ങിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മസ്ജിദുൻ നബവി സ്ഥലം പരിമിതിയുള്ളതായപ്പോൾ, ആളുകൾക്ക് നിസ്കരിക്കാൻ സ്ഥലം മതിയാകാതെ വന്നപ്പോൾ പിന്നെ ഒരു കുടുംബത്തിൽ നിന്ന് സ്ഥലം വാങ്ങിയിട്ട് മസ്ജിദ് വിപുലീകരിക്കാൻ പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം പൈസ എടുത്തിട്ട് ആ സ്ഥലം വാങ്ങിയിട്ട് മസ്ജിദ് വിപുലീകരിച്ചത് പറയുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. പിന്നെ ജയ്ഷുൽ ഉസ്ര, തബൂക്കിലേക്കുള്ള ആ പ്രയാസത്തിൻ്റെ സൈന്യത്തെ ഒരുക്കാൻ പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ സൈന്യത്തെ ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ട് ഒരുക്കിയത് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട് ഉസ്മാൻ. ഇതൊക്കെ അതേപോലെ തന്നെ ഇപ്പം ഈ ഭീകരവാദികൾക്ക് വേണ്ടത് ഉസ്മാനെ വധിക്കലാണ്, ഉസ്മാനെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇസ്ലാമിൽ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അയാൾ മതപരിത്യാഗിയായ ഒരു ഭീകരനായിരിക്കണം, അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായിരിക്കണം, അല്ലെങ്കിൽ വിവാഹിതൻ വ്യഭിചരിച്ച കേസായിരിക്കണം, പിന്നെ മൂന്നാമത്തേത് ഒരാളെ കൊന്നതിന് പ്രതിക്രിയയായിട്ടായിരിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ് ഈ 3 അപരാധം എന്നിൽ നിന്ന് വന്നിട്ടില്ല. എന്നിൽ നിന്ന് വന്നോ ചോദിക്കണം. അപ്പോൾ അവരില്ല എന്ന് പറയണം. പിന്നെ എന്തടിസ്ഥാനത്തിൽ വധിക്കും? പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വിഷയം അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഈദ സബീറൻ എന്നാണ്, സബീർ എന്ന് പറഞ്ഞാൽ മക്കയിലൊരു മല. ആ സബീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ മഅഹു അബൂബക്കർ റളിയല്ലാഹു തആല ഉണ്ട്, ഉമറുണ്ട്, ഞാനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ സബീറിൽ കയറി. സബീർ എന്ന് പറഞ്ഞാൽ മക്കയിലുള്ളൊരു അറിയപ്പെട്ട മല. അതിൽ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഞാനും ഉണ്ട്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ആ മലയുടെ സബീറിൻ്റെ മുകളിൽ കയറിയപ്പോൾ തഹറക്, മല ഇങ്ങനെ ഇളകി, ഹത്താ തസാഖത്തിൽ അഹ്ജാർ എന്നാണ്, കല്ലുകൾ ആ ഇളക്കത്തിൽ എന്ത് ചെയ്തു? കല്ലുകൾ ഉരുണ്ടു വീണു എന്നാണ് മലയിൽ നിന്ന്. ബിൽ ഹദീദ് എന്നാണ്, കല്ലുകൾ ഉരുണ്ടു വീഴുന്നു, നല്ല ഒച്ച ഉണ്ടായിരുന്നതാണ്. ഒച്ച ഉണ്ടാകുമ്പോൾ ഇത് കുറേ കല്ലുകൾ ഉരുണ്ടു വീണു. അങ്ങനെ എന്ത് ചെയ്തു? സബീർ പർവ്വതം കുലുങ്ങി എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും ഉസ്മാൻ ആ മലയുടെ മുകളിൽ കയറിയപ്പോൾ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വിഷയമാണ് ഉസ്മാൻ അവിടെ ഉദ്ധരിക്കുന്നത്. എന്താ? റസൂലുള്ളാഹി തൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ ആ സബീറിനെ ചവിട്ടി. എന്നിട്ട് പറഞ്ഞു, ഉസ്കുൻ സബീർ നീ അടങ്ങൂ, മാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ,
നിന്റെ മുകളിൽ ഇപ്പോൾ കയറി നിൽക്കുന്നത് ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, 2 ഷഹീദുമാരാണ്. 2 ഷഹീദുമാരാണ്. ഉസ്മാൻ ചോദിക്കാണ്, ഈ വിപ്ലവകാരികളെ സാക്ഷിയാക്കിയിട്ട് ചോദിക്കാണ്, സഹാബികളോട് ചോദിക്കാണ്, ഇത് ശരിയല്ലേ എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞത് സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ സഹാബികൾ പറയണത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ അല്ലാഹു അക്ബർ ഷഹീദു വറബ്ബിൽ കഅബ അന്നി ഷഹീദ്, അല്ലാഹു അക്ബർ ഷഹീദു വറബ്ബിൽ കഅബ അന്നി ഷഹീദ് 3 തവണ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത് ആവർത്തിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഷഹീദു ഇവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, കഅബയുടെ റബ്ബാണ് സത്യം, ഞാൻ ഷഹീദാണ് എന്ന വിഷയം, ഞാൻ രക്തസാക്ഷിയാകും എന്നുള്ള വിഷയം റസൂലുള്ള പറഞ്ഞതിന് ഇവർ സാക്ഷിയാണ് എന്ന് 3 തവണ പറഞ്ഞു എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു അക്ബർ ഷഹീദു വറബ്ബിൽ കഅബ അന്നി ഷഹീദ്, അല്ലാഹു അക്ബർ ഷഹീദു വറബ്ബിൽ കഅബ അന്നി ഷഹീദ്, അല്ലാഹു അക്ബർ ഷഹീദു വറബ്ബിൽ കഅബ അന്നി ഷഹീദ് എന്ന് പറഞ്ഞു എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു തആല. പക്ഷേ തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് അവരുടെ ആ ഭീകര ചിന്തകൾ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നൊക്കെ ഒന്നും ഹിദായത്ത് സന്നിവേശിക്കൂല, മനസ്സിലൊന്നും സ്വാധീനിക്കൂല, തെളിവുകളും പ്രമാണങ്ങളും ഒന്നും അവരെ സ്വാധീനിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവർ ഉസ്മാൻ റളിയല്ലാഹു തആല തന്നെ പിന്നീട് വധിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല ഈ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ ഷഹീദായി. ഇവിടെ വിഷയം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരു മഹാസംഭവത്തോടുള്ള ഉസ്മാൻ റളിയല്ലാഹു തആലാവിൻ്റെ പ്രതികരണം. ഇതുപോലെ കുറേ വിഷയങ്ങൾ, കുറേ സംഭവങ്ങൾ കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഒരു വിഷയത്തെ നിരീക്ഷിച്ച് പറഞ്ഞ വിഷയം, അത് നമ്മൾ ഇന്ന് എല്ലാവരും പ്രത്യേകം മനസ്സിൽ കോറേണ്ട വിഷയമാണ്. ഇതുപോലത്തെ വിഷയങ്ങൾ എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മൂഉൽ ഫതാവയിൽ പറയാണ് വജിമാഉ ഹാദ, ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക അന്ന തക്ബീറ മശ്റൂഉൻ, തക്ബീർ അല്ലാഹു അക്ബർ എന്നത് മശ്റൂ, മതപരമായ നിയമമാണ്. അപ്പോൾ ഇൻദ കുല്ലി അംരിൻ കബീർ, ഏതൊരു വലിയ കാര്യം സംജാതമാകുമ്പോഴും, ഏതൊരു വലിയ കാര്യം നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ അനുഭവത്തിൽ ഏതൊരു വലിയ കാര്യവും അതുണ്ടായിട്ടുണ്ടെങ്കിൽ തക്ബീർ മശ്റൂആണ്, മതപരമാണ്. അത് അംറിൻ കബീർ എന്ന് പറഞ്ഞാൽ മിൻ മക്കാനിൻ, സ്ഥലമാകട്ടെ, വസമാനിൻ കാലമാകട്ടെ, വഹാലിൻ അവസ്ഥയാകട്ടെ, വരിജാലിൻ ആളുകളാകട്ടെ, വ്യക്തികളാകട്ടെ, അവസ്ഥകളാകട്ടെ, കാലമാകട്ടെ, സ്ഥലമാകട്ടെ, എല്ലാ കബീറായ കാര്യത്തിൻ്റെയും അടുക്കൽ തക്ബീർ മശ്റൂആണ്. എന്നിട്ട് ഇനി പറയുന്നതാണ് അതിൻ്റെ വിഷയം. പറയണത് ഫതബയ്യന അന്നല്ലാഹ അക്ബർ, ഫതബയ്യൻ, എന്തിനത് മശ്റൂആക്കിയത്? അതിൽ വ്യക്തമാകും അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അക്ബറു, അല്ലാഹു ആണ് ഏറ്റവും വലുത്. എല്ലാ നമ്മുടെ അനുഭവത്തിലും അറിവിലും വലുതിൻ്റെ അടുക്കൽ നമ്മൾ തക്ബീർ ചെല്ലാൻ, അല്ലാഹു അക്ബർ ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഏറ്റവും വലിയതാരാണ്? അല്ലാഹുവാണ്. അപ്പോൾ ഈ ദുനിയാവിൽ നമ്മളുടെ അനുഭവത്തിലും അറിവിലും പെട്ട വലുതിൽ നമ്മൾ, അതാണ് വലുത് പറഞ്ഞ് പരിമിതപ്പെടാൻ പാടുള്ളതല്ല. പിന്നെയോ എല്ലാത്തിൻ്റെയും വലുത് ആരുണ്ട്? അല്ലാഹു ഉണ്ട്. ആ ഒരു ബോധം, അറിവ്, വിശ്വാസം അത് ഉണ്ടാകാനും രൂഢമൂലമാകാനാണ് എല്ലാ വലുതിൻ്റെയും അടുക്കൽ എന്ത് പഠിപ്പിച്ചത്? അല്ലാഹു അക്ബർ പഠിപ്പിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം തുടർന്ന് പറയുന്നത് എന്താ അറിയോ? ലിതസ്തൗലിയ കിബ്രിയാഉഹു ഫിൽ ഖുലൂബ് അലാ കിബ്രിയാഇ മാ സിവാഹു. ലിതസ്തൗലിയ, ഹൃദയത്തിൽ അധികാരം നേടണം, ഹൃദയത്തിൽ സ്വാധീനം നേടണം. കിബ്രിയാഉഹു, ലിതസ്തൗലിയ കിബ്രിയാഉഹു, അല്ലാഹുവിൻ്റെ വലിപ്പം അത് അധികാരം നേടണം. ഫിൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ. അലാ കിബ്രിയാഇ മാ സിവാഹു, അല്ലാഹു അല്ലാത്തവരുടെ വലിപ്പത്തേക്കാൾ, അല്ലാഹു അല്ലാത്തവരുടെ വലിപ്പത്തേക്കാൾ അല്ലാഹുവിനുള്ള വലിപ്പം അത് ഹൃദയത്തിൽ എന്താകണം? അധികാരം നേടണം, സ്വാധീനിക്കണം. അതിനാണ് എല്ലാ വലിപ്പം വലുതും കണ്ടാൽ അറിഞ്ഞാൽ ഉടനെ അല്ലാഹു അക്ബർ എന്ന് അവിടെ പറയിപ്പിച്ചത്. വയകൂന ശറഫു ലഹു അലാ കുല്ലി ശറഫ്, എല്ലാ ഔന്നത്യം, സ്ഥാനം, പദവി, അതിനേക്കാളൊക്കെ അള്ളാഹുവിൻ്റെ സ്ഥാനം, മഹത്വം അതുണ്ടാകാൻ, ഹൃദയങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്
അള്ളാഹു അക്ബർ എന്നുള്ളത് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പഠിപ്പിച്ചത് എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നിട്ട് ഇബ്നു തൈമിയ്യ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായി പഠിപ്പിച്ച ഒരു ഹദീസ്. അതെന്താ? അൽ അളമതു ഇസാരി വൽ കിബ്രിയാഉ റിദാഇ ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ അദബ്തുഹു എന്നാണ്. അള്ളാഹ് പറഞ്ഞതാണ് എന്ത്? അൽ അളമതു ഇസാരി, മഹത്വം എൻ്റെ ഉടുമുണ്ടാണ്. വൽ കിബ്രിയാഉ റിദാഇ, വലിപ്പം എൻ്റെ ഉത്തരീയമാണ്. ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ, അളമത്തിൻ്റെയും കിബ്രിയായിൻ്റെയും വലിപ്പത്തിൻ്റെയും മഹത്വത്തിൻ്റെയും വിഷയത്തിൽ ആരെങ്കിലും എന്നോട് തർക്കിച്ചാൽ, എന്നോട് മത്സരിച്ചാൽ, അദബ്തുഹു എന്നാണ്, ഞാൻ അവനെ ശിക്ഷിക്കും. അല്ലെങ്കിൽ ചില നിവേദനങ്ങളിൽ ഖസംതു ബഹ്റഹു എന്നാണ്, ഞാൻ അവൻ്റെ മുതുകൊടിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതായത് ഞാൻ എന്ന ഭാവം, ഞാൻ വലിയവൻ എന്ന ഗമ, ഇതൊക്കെ വല്ലവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും, ഇരുത്തും, നടുവടിക്കും എന്നാണ് പറയുന്നത്. ഈ ഞാൻ ഭാവം, താൻ ഭാവം, ഇതൊന്നും ആർക്കും പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബോധനം. വിഷയം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഒരു നിരീക്ഷണം, ഈ തക്ബീറിൻ്റെ വിഷയത്തിൽ ഏതൊരു വലിയ സ്ഥലം, ഉന്നതമായ ഒരു കാലം, വലിയൊരു അവസ്ഥ വിശേഷം, വലിയ വ്യക്തിത്വം, ഇതൊക്കെ പറയപ്പെടുമ്പോൾ അവിടെ നമ്മളോട് ദീനിൽ അള്ളാഹു അക്ബർ എന്ന് പറയാനും അതിനോട് അള്ളാഹു അക്ബർ കൊണ്ട് പ്രതികരിക്കാനും പറഞ്ഞത് എന്തിനാ? അള്ളാഹുവിൻ്റെ വലുപ്പം അത് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകാൻ, അതിനു വേണ്ടിയിട്ടാണ്. ഇത് എന്തിനാപ്പോൾ നമ്മളിവിടെ പറയുന്നത്? ഇന്ന് അള്ളാഹു അല്ലാത്ത വ്യക്തികൾ പറയപ്പെടുന്നു. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തികളുടെ അടുക്കൽ അള്ളാഹിൻ്റെ വലിപ്പമല്ല പറയപ്പെടുന്നതും, ആളുകളിൽ പഠിപ്പിക്കപ്പെടുന്നതും, ആളുകൾ വിശ്വസിക്കുന്നതും. അള്ളാഹു അല്ലാത്ത വ്യക്തികൾ പറയപ്പെട്ടിട്ട് അള്ളാഹു അരികവൽക്കരിക്കപ്പെടണം. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അള്ളാഹു അരികവൽക്കരിക്കപ്പെടുകയാണ്. പിന്നെയോ ഈ ആളുകൾ, അവരുടെ വലിപ്പം, അവരാണ് ഈ ഉലകം നിയന്ത്രിക്കുന്നത്, അവരാണ് 18,000 ലോകങ്ങൾ നിയന്ത്രിക്കുന്നത്, അവരാണ് മുദബ്ബിറുൽ ആലം, അവരാണ് ഇവിടുത്തെ കൈകാര്യകർത്താക്കന്മാർ. അവരൊന്ന് മയങ്ങിയാൽ, അവരൊന്ന് ഉറങ്ങിയാൽ ഈ ലോകം മുഴുവൻ തകരാറിലാകും. അള്ളാഹു അല്ലാത്തവർ പറയപ്പെട്ടിട്ട് അവർ മഹനീയരാണ്, അവർ വലിയവരാണ്, അവർ ഒലിയാണ്, അവർ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വലിപ്പം ഉണ്ടല്ലോ, ഇത് സ്ഥാപിക്കുന്നതിനും ഇത് ആളുകളിൽ ശീലിപ്പിക്കുന്നതിനും വിശ്വസിപ്പിക്കുന്നതിനും പകരം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അപ്രശസ്തമാക്കിയിട്ട് അള്ളാഹു അല്ലാത്തവരെ അവരുടെ വലിപ്പം പറയുന്ന ഒരു ദുരന്തം ഉണ്ട്. എവിടെ എത്തി? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായി ഇബ്ലീസിനെ ഇകഴ്ത്തി അകറ്റി, അള്ളാഹിൻ്റെ റഹ്മത്ത് നിന്ന് അകറ്റി. ഹിദായത്ത് എന്നേക്കുമായി ഇബ്ലീസിനെ നിഷേധിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ വിധിച്ച് റജീമാക്കിയ ഇബ്ലീസിനെ പോലും നന്നാക്കാൻ കഴിയുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന ആളുകളെ മരിപ്പിക്കണം എന്ന് ബോധനം നൽകി മലക്കിനെ വിടുക, മലക്കത് പ്രകാരം റൂഹ് പിടിക്കുക. എന്നിട്ട് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് പിടിച്ച റൂഹിനെ അള്ളാഹു അല്ലാത്തവർ വലിയാണ്, ഷെയ്ഖാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അത് വിടിയിപ്പിക്കുക. റൂഹ് പിടിച്ച മലക്കും പിടിക്കാൻ കൽപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയും കൈമലർത്തുന്നിടത്തേക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര ഗൗരവമാണ് വിഷയങ്ങൾ. ഈ ആളുകൾ അവരുടെ വിശ്വാസപരമായ വിഷയത്തിൽ എത്ര പതിതമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇവർ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അള്ളാഹുവിനോട് അവർ മറുപടി പറയും? അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹു മുത്തഖീങ്ങൾക്ക് ഒരുക്കിയതാണ്. അത് നൽകാൻ, അതിൻ്റെ ആളുകളെ പടച്ചതും അത് നൽകാനുള്ള വിധിയും ഒക്കെ അള്ളാഹുവിനാണ്. പക്ഷേ തരീഖത്തിൻ്റെ ഷെയ്ഖുമാർക്ക്, അഹമ്മദ് റിഫായിക്കൊക്കെ പണ്ടേ എത്രയോ സ്വർഗങ്ങൾ എഴുതി വാങ്ങി അത് സ്വായത്തമാക്കി എന്നുള്ളതാണ്. ഷെയ്ഖ് മടവൂരിന് ഒരു ഷെയ്ഖ്, ഒരു പേര് പറയുന്നതിൽ തൽക്കീൻ ചൊല്ലിക്കൊടുത്തു എന്നാണ്. അപ്പോൾ ഒരു വിഭാഗം തൽക്കീൻ ചൊല്ലിക്കൊടുത്ത ഷെയ്ഖ്
വലിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മടവൂരിന് വരെ തൽക്കീം ചൊല്ലി കൊടുത്ത ഷെയ്ഖാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരുത്തം ഇതിനെന്ത് തൽക്കീം ചൊല്ലി കൊടുക്കണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന ആളാണ് ഈ കിടക്കണത്, മരിച്ചു കിടക്കണത്, പിന്നെ എന്തിനാണ് അയാൾക്ക് തൽക്കീം ചൊല്ലി കൊടുക്കണത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ മറുപടികളാണ്, മണ്ഡനങ്ങളും വിഷയങ്ങളാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദീനിൽ ഓരോ കാര്യങ്ങൾ ശറഅാക്കിയപ്പോൾ അതിലൊക്കെയും അള്ളാഹുവിൻ്റെ മഹത്വം കാണണം, അള്ളാഹുവിൻ്റെ വലിപ്പം കാണണം, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ആദർശം അത് ആളുകളിൽ ഗൂഢമൂലമാകണം. അതിനൊരു ഉദാഹരണമാണ് ഈ തക്ബീർ. തക്ബീറിനെ ശറഅാക്കി കുല്ലി അംരിൻ കബീർ, എല്ലാ വലിയ കാര്യങ്ങളുടെയും സന്ദർഭത്തിൽ, അത് സമാനാകട്ടെ, മക്കാനാകട്ടെ, ഹാലാകട്ടെ, റിജാലാകട്ടെ, സ്ഥലമാണെങ്കിലും കാലമാണെങ്കിലും അവസ്ഥകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും വലിയവരാണോ അവിടെയൊക്കെ തക്ബീർ ചൊല്ലിക്കൊള്ളണം. കാരണം എന്താ? ഈ വലിപ്പം അതിനേക്കാളൊക്കെ വലിപ്പം അള്ളാഹ്ക്കാണ്, ഏറ്റവും വലിയവൻ അള്ളയാണ് എന്നുള്ള വിശ്വാസത്തിൽ അള്ളാഹു അക്ബർ പറയണം. ഇത് നമ്മളെ ദീൻ നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ വലിപ്പൊരിക്കലും അത് മായാൻ പാടുള്ളതല്ല മനസ്സുകളിൽ ഇങ്ങനെ ശറാക്കി. പക്ഷേ ഇന്നെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുരോഹിതന്മാർ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നഊദു ബില്ലാഹ്. അദീ ഇബ്നു ഹാത്തിം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആ സന്ദർഭം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ മദീനയിലേക്ക് വന്ന സന്ദർഭം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേടിച്ച് ഷാമിലേക്ക് പോഞ്ഞു. പിന്നെ ഷാമിൽ നിന്ന് പിന്നെയും മദീനയിലേക്ക് വരുന്നുണ്ട് അദീ ഇബ്നു ഹാത്തിം. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, യാ അദി അതഫിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയേണ്ടി വരുന്നു വെച്ചിട്ട് അപ്പായിണ് എന്ന് ചോദിക്കാണ്. ഹൽ തഅലമു അഹദൻ ഹൽ തഅലമു ഇലാഹൻ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തൊരു ഇലാഹിനെ നിനക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, അതഫിറു മിൻ അൻ തുകബ്ബിറല്ലാഹ്, അല്ലാഹു അക്ബർ പറയേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണോ അദിയെ നിങ്ങൾ പായുന്നത്? ഹൽ തഅലമു അഹദൻ അക്ബറു മിനല്ലാഹ്, അല്ലെങ്കിൽ ഹൽ തഅലമു ഷൈഅൻ അക്ബറു മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ അക്ബറായി വലിയവനായിട്ട് വല്ലതും നിനക്കറിയുമോ എന്ന് അദിയിനോട് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നുണ്ട്, യാ അദി അസ്ലിം തസ്ലം, യാ അദി അസ്ലിം തസ്ലം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. മനസ്സിലായി? അവിടെ ആ ചോദ്യം ഹൽ തഅലമു ഷൈഅൻ അക്ബറ മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ വലുതായിട്ട് വല്ലതും നിനക്കറിയുമോ എന്ന് ചോദിച്ച ആ ചോദ്യം അത് നിത്യപ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എല്ലാവരോടും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ പരീക്ഷണത്തിൻ്റെ യുഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ അതിവരെ തിരുത്താൻ, വിധി മാറ്റി എഴുതാൻ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എഴുതിയത് ഇവിടുന്ന് തലയിക്കെട്ടെടുത്തിട്ട് എറിഞ്ഞിട്ട് മായ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെയാണ് പഠിപ്പിക്കപ്പെട്ട വിശ്വാസം. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനാണ് ഇപ്പം ചിലരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുരോഹിതന്മാരിൽ മുതിർന്നവർക്ക് ഈ പറയുന്ന ആളുകളെ തിരുത്താൻ വല്ലാത്ത കഴിയൂല. അല്ലാഹു മുസ്തആൻ. പഠിച്ചു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹ്. പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണിതൊക്കെ. അല്ലാഹു മുസ്തആൻ. എൻ്റെ മക്കൾ ഉപസംഹരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സൽപാന്താവും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സത്യസരണിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാൽപാദങ്ങളെ മരണം വരേക്കും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ ഈ വേദിയിൽ മനസ്സ് നട്ട് ശാരീരികമായി മാനസികമായി പ്രയാസപ്പെടുന്ന പല സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ويمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.